നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, City Tower, City Wear, City Shoes, Ankamali and Cochin Kalapavan, Ankamali franchise. മന്ത്രിമാർ വയനാട്ടിലേക്ക് കൺട്രോൾ റൂം തുറന്നു. 2 ഹെലികോപ്റ്ററുകൾ ദുരന്ത ഭൂമിയിലേക്ക്. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വൻ ഉരുൾപൊട്ടൽ. മന്ത്രിമാർ പ്രത്യേക വിമാനത്തിൽ വയനാട്ടിലേക്ക് എത്തും. തിരുവനന്തപുരത്ത് നിന്ന് മന്ത്രിമാർക്ക് പോകാനായി പ്രത്യേക ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തും. കാലാവസ്ഥ മോശമായതിനാൽ ഹെലികോപ്റ്റർ സർവീസ് നടക്കുന്നില്ല. വയനാട് ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂം തുറന്നു. വയനാട് ഉരുൾപൊട്ടൽ മരണസംഖ്യ ഉയരുന്നു. NDRF ടീം മുണ്ടക്കയിൽ. വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു. NDRF സംഘം രക്ഷാദൌത്യത്തിനായി മുണ്ടക്കയിലെത്തി. സൈന്യം കോഴിക്കോട് നിന്ന് തിരിച്ചു. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പോലീസ് എത്തും. 3 കമ്പനി പോലീസ് വയനാട്ടിലേക്ക് തിരിച്ചു. ഹൈ ആൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ടീമും വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. 4 NDRF സംഘങ്ങൾ ഉച്ചയോടെ എത്തും. മന്ത്രി കെ രാജൻ. വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 4 NDRF സംഘങ്ങൾ ഉച്ചയോടെ എത്തുമെന്ന് മന്ത്രി കെ രാജൻ. കാലാവസ്ഥ പ്രയാസമായതിനാൽ ഹെലികോപ്റ്ററുകൾ തിരിക്കാനാകില്ല. എയർഫോഴ്സ് എത്തി ഫോട്ടോകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കൃത്രിമ പാലം ഉണ്ടാക്കി അവിടേക്ക് എത്താനുള്ള സൗകര്യമൊരുക്കും. കൺട്രോൾ റൂമിൽ നിന്നുള്ള കൃത്യതയുള്ള വാർത്തകൾ എല്ലാവരും മനസ്സിലാക്കുക. മുണ്ടക്കൈ വലിയ മലയുടെ താഴെയുള്ള പ്രദേശമാണ്. ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൃത്യമായ കണക്ക് പിന്നീട് പറയുമെന്നും രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചൂരൽമല പാലം തകർന്നു. മുണ്ടക്കയിലേക്കുള്ള വഴി അടഞ്ഞു. ഒറ്റപ്പെട്ട് അട്ടമലയും. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നു. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. മേപ്പാടി, ചൂരൽമലയിലും മുണ്ടക്കൈ ടൗണിലുമാണ് വൻ ഉരുൾപൊട്ടലുണ്ടായത്. പുലർച്ചെ 1 മണിക്ക് ശേഷം കനത്ത മഴയ്ക്കിടെ ചൂരൽമല സ്കൂളിന് സമീപമാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ 4 മണിയോടെയാണ് മുണ്ടക്കൈയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്,
സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 5 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സെറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. ഫോൺ 0484245555. എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി. സഹായധനം പ്രഖ്യാപിച്ചു. പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും. വയനാട് ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖം അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ആരായുകയും ചെയ്തു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ദുരന്തത്തിൽ ദുഃഖമറിയിച്ചു. കേന്ദ്രവുമായി സംസാരിക്കും. സാധ്യമായ എല്ലാ സഹായവും വയനാട്ടിലെത്തിക്കും രാഹുൽ ഗാന്ധി. വയനാട് മേപ്പടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ കേന്ദ്ര മന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രിയും ജില്ലാ കളക്ടറുമായും ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അവർ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. സംസ്ഥാനത്ത് വ്യാപക മഴ. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. തൃശൂർ, വയനാട്, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം എന്നീ ജില്ലകളിലാണ് അവധി. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതിന് ജയം. 2 സീറ്റിൽ BJPക്ക് ജയം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതിന് ജയം. 12 സീറ്റുകളാണ് സിൻഡിക്കേറ്റിൽ ആകെയുള്ളത്. 9 സീറ്റുകളിലാണ് മത്സരം നടന്നത്. ഇതിൽ 2 സീറ്റിൽ BJPയും 1 സീറ്റിൽ കോൺഗ്രസും ജയിച്ചു. 3 ഇടത് സ്ഥാനാർത്ഥികൾ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ആദ്യമായാണ് സിൻഡിക്കേറ്റിൽ BJP വിജയിക്കുന്നത്. മണിപ്പൂർ കലാപം തുടങ്ങിയ ശേഷം ആദ്യമായി മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ പ്രധാനമന്ത്രി നേരിൽ കണ്ട് ചർച്ച നടത്തി. ഫോട്ടോ എവിടെയെന്ന് കോൺഗ്രസ്. മണിപ്പൂരിൽ കലാപം തുടങ്ങിയ ശേഷം ആദ്യമായി മുഖ്യമന്ത്രി ബിരേൻ സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തി. ഞായറാഴ്ച വൈകിട്ട് ഡൽഹിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്. മണിപ്പൂരിലെ സ്ഥിതി യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാനത്ത് ഗവർണർ സ്ഥാനത്ത് നിന്ന് അനുസൂയ UKയെ മാറ്റി പകരം ആസാം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയ്ക്ക് ചുമതല നൽകിയ ശേഷമാണ് കൂടിക്കാഴ്ച നടന്നത്. എന്നാൽ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തുവിടാത്തതിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.